ഹായ് ഹലോ ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ രീതിയിലുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന്. അപ്പം അതിന് തന്നെ ഞാൻ ആദ്യം 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്ത് നന്നായിട്ട് അത് ബീറ്റ് ചെയ്യുക. അങ്ങനെ ഇളക്കുക. അങ്ങനെ ഇളക്കി പത വരുന്നവരെ ഇളക്കണം ഗായ്സ്. നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമ്മൾ 3 സ്പൂൺ പഞ്ചസാര, അതായത് ഷുഗർ ഇട്ട് കൊടുക്കുക. 3 സ്പൂൺ ഷുഗർ ഇട്ട് വീണ്ടും നന്നായിട്ട് കലക്കുക. ആ ഷുഗർ നമുക്ക് നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം. അങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് അലിഞ്ഞ് കിട്ടണം നമുക്ക് ആ ഷുഗർ. നന്നായിട്ട് ബീറ്റ് ചെയ്യണേ. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനിടാം കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു 1 to 3 ഡ്രോപ്സ് വാനില എസൻസ് ഒഴിക്കാം. ഈ മുട്ടയുടെ പച്ചമണം മാറാനും ഒരു ഫ്ലേവർ നൽകാനും ആ വാനില എസൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളിട്ട് ഈ എഗ്ഗും വാനില എസൻസും ഷുഗറും നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരിടത്ത് മാറ്റി വെക്കണേ. ഇനി നമ്മൾ പാനിൽ ബട്ടർ തേക്കണം. പാനിൽ ബട്ടർ തേക്കുന്ന ചൂടായിട്ടുള്ള കളിയായതുകൊണ്ട് ഞാൻ ചെയ്തില്ല, എനിക്ക് കൈ പൊള്ളുമെന്ന് പേടിയാ. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ എഗ്ഗും ഷുഗറും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഒരു ബ്രെഡ് എടുത്ത് മുക്കി പാനിലേക്ക് വെക്കണം. ഇപ്പോൾ പാനിലേക്ക് വെച്ചാൽ ഞാനാണ് കേട്ടോ, പൊള്ളിയെന്ന് എനിക്കറിയാം. അതേപോലെ നമ്മൾ ഒരു പാനിൽ എത്ര തികയോ അത്രയും ബ്രെഡ് നമുക്ക് വെക്കാം. ഞങ്ങളുടെ പാനിൽ 2 എണ്ണ തികയൂ, അതുകൊണ്ട് ഞങ്ങൾ 2 എണ്ണം മുക്കി വെച്ചു. നമ്മൾ നന്നായിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് പൊരിക്കണം. ബട്ടറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാവാം കേട്ടോ. എനിക്ക് ഈ ബട്ടറിട്ട ദോശയും ബ്രെഡും ഒക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ബട്ടർ തേക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയടുത്ത്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് മറിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ വേവ് ചെയ്തതെന്ന് തോന്നുന്നത് അപ്പം നിങ്ങളെടുത്ത് മാറ്റി പ്ലേറ്റിൽ വെക്കുക. നിങ്ങൾക്ക് എത്ര മൊരിപ്പ് വേണോ അത്രയും മൊരിച്ചിട്ട് നിങ്ങൾ പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതി. എനിക്ക് അത്ര അങ്ങോട്ട് മൊരിയുന്നത് ഇഷ്ടമല്ല. ദോശയിലാണെങ്കിലും ഞാൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കറുമുറാന്ന് മൊരിയണമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഇതാക്കി എടുത്താൽ മതി. അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ ഇടാൻ വേണ്ടി ബട്ടർ തേച്ചു കേട്ടോ. അടുത്ത സ്റ്റെപ്പ് മുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ മുട്ട വേണോ അത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ 2 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 3 4 നിങ്ങളുടെ വീട്ടിലെ അംഗസംഖ്യ നോക്കിയിട്ട് എടുത്താൽ മതി. ഞാനിവിടെ 5 ബ്രെഡ് ടോസ്റ്റിന് 2 മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വേവണം. അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ വയ്ക്കുകയാണ്. ഒരെണ്ണ വെച്ചോളൂ, ലാസ്റ്റത്തെ 4 എണ്ണം പൊഴിച്ച് 5ാമത്തെ ഒരെണ്ണമാണിത്. അങ്ങനെ നമ്മൾ സോഫ്റ്റ് പഞ്ഞി പോലെ ഇരിക്കുന്ന ബ്രെഡ് നമ്മൾ ഉണ്ടാക്കി. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നല്ല രുചികരമായിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ നല്ല രുചികരമായിട്ടുള്ള ഹണിയാണ് ചേർക്കുന്നത്. നല്ല രുചിയാണ്. ഈ മധുരവിട്ട ബ്രെഡും നല്ല തേനും നല്ല. നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പ് അതിൻ്റെ മുകളിൽ കോമ്പിനേഷനായിട്ട് കഴിക്കാം കേട്ടോ. അടുത്തത് ഞാൻ കഴിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇരിക്കാൻ വരികയാണ്, കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗായ്സ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ് ഈ ബ്രെഡ്. എനിക്ക് ചോക്ലേറ്റ് സിറപ്പിൻ്റെ കൂടെ അല്ല അത്ര അങ്ങോട്ട് രുചി തോന്നിയത്. ഈ ഹണിയും ഈ ബ്രെഡ് കോമ്പിനേഷനുമാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ്.